ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാഫ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴത്തോട് മുമ്പേ സീരിയലിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? അപ്പോൾ എനിക്ക് ഇന്നലെ മുതൽ ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ ഒരു അക്ഷരസ്ഫുടതയുടെ ഒരു കുറച്ച് കുറവുണ്ടാകും. കാര്യം വേറൊന്നുമില്ല, ഞാൻ പള്ളിയിലെ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഒരാഴ്ചത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ദയവേത് ഒന്ന് സഹകരിക്കണം കേട്ടോ. അപ്പോ നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിനെയും കൊണ്ട് കോളേജിലേക്ക് പ്രിൻസിപ്പൽ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്ന സീനാണ് ഇന്നത്തെ മെയിൻ കണ്ടന്റ്. അപ്പൊ അതൊക്കെ മുന്നായിട്ട് നമുക്ക് നമ്മുടെ ശിവശങ്കറിന്റെയും കമലയുടെയും ആ ടെൻഷൻ, അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലെ. അപ്പൊ എന്തായാലും നാളെ വരാനിരിക്കുന്ന നല്ല അതിഗംഭീരമായിട്ടുള്ള എപ്പിസോഡ് പ്രൊമോ ആണ് കേട്ടോ. അപ്പോ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സ്റ്റാർ ബട്ടൺ ഹൈപ്പ് അടിക്കാനും മറന്നു പോകണ്ട. ഒപ്പം പുതുതായിട്ട് വരുന്നവരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കുക. അങ്ങനെ നമ്മുടെ ശിവശങ്കരനും കമലയും ചെയ്യാവുന്ന പണികളെല്ലാം ചെയ്യണം നമ്മുടെ ഹരിയെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് കമല ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശിവശങ്കരൻ പറഞ്ഞു, എന്റെ പൊന്നു കമലെ, നീ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അവൻ ചെയ്ത തെറ്റ് തെറ്റല്ലാണ്ടാവോ? അവൻ ചെയ്ത തെറ്റ് ഏറ്റവും വലിയൊരു കൊടും ക്രൂരത തന്നെയാണ്. അത് നീ കണ്ടില്ല കേട്ടില്ല മറച്ചു പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് തന്നെ ശിവശങ്കരൻ പറഞ്ഞു. അങ്ങനെ മുട്ടാവുന്ന വാതിലുകളെല്ലാം മുട്ടി. ശിവശങ്കരൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരുടെ ഒരു കസിൻ ഇവരെ കാണാനായിട്ട് വന്ന് അയാള് കുറെ കാര്യങ്ങൾ ഹരിയെ കുറിച്ചൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഈ പോക്സോ കേസ് ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ, അതായത് 2 കൊല്ലം മുന്നേ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ നമ്മുടെ ശരണ്യെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നുള്ളത് ശരണ്യ കോടതിയിൽ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഹരിക്ക് ജാമ്യം കിട്ടും. അതാണ് ഇപ്പൊ വന്നിരിക്കുന്ന വക്കീലിന്റെ പുതിയൊരു രീതി, വാദം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ബാക്കി 5 പേരില് ബാക്കി 3 പേരും പുറത്തിറങ്ങി. മൊത്തം 4 പേരല്ലേ ഉള്ളൂ. അങ്ങനെ ബാക്കി 3 പേരും പുറത്തിറങ്ങി. നമ്മുടെ രോഹിത് ഇറങ്ങി, ഹരിയുടെ മറ്റു 2 ഫ്രണ്ട്സും അവരും ഇറങ്ങി. ഇപ്പൊ ഹരി മാത്രം, ഒന്നാം പ്രതിയായ ഹരി മാത്രമാണ്. അതും പോക്സോ കേസും കൂടെ ചുമത്തിയിരിക്കുന്നതുകൊണ്ട് ജാമ്യം കിട്ടില്ല എന്ന് കോടതി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഇവരുടെ കസിൻ വന്നിട്ട് ഹരിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട്, നമ്മുടെ ഒരു രാഷ്ട്രീയ ഒരു പ്രമുഖനുണ്ട്. അപ്പൊ അയാളും ഈ പ്രഭാകരനുമായിട്ടൊക്കെ ഒരു ഇതാണ്, ഈ ശരണ്യയുടെ അച്ഛനുമായിട്ടൊക്കെ നമുക്ക് ആ വഴി ഒന്ന് ചിന്തിച്ചാലോ എന്നുള്ള രീതിയിൽ ഇവരാലോചിക്കുന്നു. അങ്ങനെ ഇവരുടെ കസിൻ നേരെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പ്രഭാകരനെ പോയി കാണുകയാണ്. അതായത് പ്രഭാകരൻ ചെന്നിട്ട് ഇങ്ങനെ ആദ്യമേ തന്നെ ശിവശങ്കറിന് വേണ്ടി വന്നതാണ്, ഹരിയുടെ കേസിന്റെ എന്തെങ്കിലും ഇത് നിൽക്കുമെന്നുള്ള അറിയാം, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ആദ്യം ശരണ്യയുടെ കുറെ കാര്യങ്ങൾ പറയണം. അതായത് ശരണ്യ, നിങ്ങളുടെ മകൾക്ക് ജീവിതത്തിൽ പറ്റിയ ഒരു ഇതാണ് ഈ പറയും പോലെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ സംഘടനാക്കാരും ഒക്കെ മുമ്പാരി ഉണ്ടാകും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാര്യത്തോട് അടുക്കണമെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കണം. കാരണം താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേസുമായിട്ട് ഈ പെൺകുട്ടീനെ കോടതി വരാന്തം മുഴുവൻ ഇങ്ങനെ കയറി ഇറങ്ങി കേസ് നടത്തുക, അതൊരു വലിയ കാര്യമാണോ? അതിലൊന്നും കാര്യമില്ല. ആ കുട്ടിക്ക് നല്ലൊരു ജോലി നേടിക്കൊടുത്ത് ആ കുട്ടിക്ക് നല്ലൊരു ഭാവി കൊടുക്കുക. അതാണ് പ്രഭാകരൻ നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പ്രഭാകരൻ പറഞ്ഞു, സാറേ, ഈ ചെറ്റക്കുടിയിൽ കിടക്കുന്ന എനിക്ക് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ? എനിക്ക് അതിനുള്ള പണവും കഴിവൊന്നുമില്ല. ആ മക്കള് 2 പേരുള്ളവരാണെങ്കിലും അവർ പഠിക്കുന്ന കുട്ടികളാ. ഞാൻ എന്താ ചെയ്യേണ്ടേ? അപ്പോഴാണ് ഇയാൾ പറയും, നമ്മുടെ ശിവശങ്കരന്റെ കസിൻ ഉണ്ടല്ലോ, അയാൾ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇയാൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് അതിന് പറ്റിയ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രഭാകരൻ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് തന്റെ മക്കളുടെ ഭാവി, ആ പെൺകുട്ടിക്ക് നല്ലൊരു ജോലി, മറ്റ് സമൂഹത്തില് ആരും ഒന്നും കുറ്റപ്പെടുത്താത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുക. അതിനെന്താ വേണ്ട? പണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു വഴി പറയട്ടെ എന്ന് പറയാം. അപ്പൊ അയാളിങ്ങനെ അതിശയത്തോടെ സാറ് പറഞ്ഞു എന്നുള്ള രീതിയിൽ പ്രഭാകരൻ പറയുകയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, അതെ,
ഈ ഹരി എന്ന് പറഞ്ഞ ആളുടെ ആ പയ്യന്റെ അച്ഛൻ ശിവശങ്കരനുമായിട്ട് ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പ്രഭാകരന്റെ വിധം അങ്ങ് മാറി. ഇത്രയും നേരം ഞാൻ നിങ്ങളെ സാറേ സാറേ എന്നേ വിളിച്ചിട്ടുള്ളൂ. താങ്കൾ എന്ത് ഉദ്ദേശത്തിനാ വന്ന? അയാളുമായിട്ട് ഇനി കോടാനുകോടികൾ തരാന്ന് പറഞ്ഞിരുന്നാലും എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു വിലയിട്ട് വാങ്ങാൻ ഞാൻ ഒരു അച്ഛനാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ ഒരു തെണ്ടിത്തരം ഞാൻ ചെയ്യില്ല. നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യ നിങ്ങൾ ഇതുപോലെ വില പേശിയോ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയണ. അപ്പം അയാൾ പറഞ്ഞു, അതെ, എനിക്കിപ്പോ നിങ്ങളുടെ അവസ്ഥയും അല്ലെങ്കിൽ നിങ്ങൾ രോഷം കൊള്ളുന്നതിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ എന്തായാലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ദുരന്തം വന്നു, സമൂഹത്തിലും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിലും വന്നു. ഇനി അത് നമ്മൾ കാലം മായ്ക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കുക. പണമാണ് ഏറ്റവും പ്രധാനം. പണം ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ തോപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനെയൊക്കെ മാറ്റിക്കളയാനും പണത്തിന് പറ്റും. അതുകൊണ്ട് നിങ്ങൾ കുട്ടിയുടെ ഭാവിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കും പ്രഭാകര എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇയാളൊന്ന് ദേഷ്യപ്പെട്ട് എന്ത് പറഞ്ഞിരുന്നാല് കോടാനുകോടി ഇയാൾ ഇനി ശിവശങ്കരൻ തരാന്ന് പറഞ്ഞിരുന്നാലും എനിക്കോ എന്റെ കുടുംബത്തിനോ വേണ്ടാന്ന് ഇങ്ങനെ തീർത്ത് പറയാൻ കേട്ടോ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. രാഷ്ട്രീയക്കാര് വന്ന് നിൽക്കും, പക്കറ്റ് പിരിവ് നടത്തി തരാം, അവര് സർക്കാർ ജോലി തരാം, ഇതൊക്കെ പറയും, കൊണ്ട് പറയുന്നേ ഉള്ളൂ പ്രഭാകര. നമ്മൾ കാര്യത്തോടെ എടുക്കണം. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണം വേണം. അതുകൊണ്ട് ഇയാള് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് പ്രഭാകരന്റെ ഉള്ളില് ഒരു കനൽ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഇയാള് നല്ല രീതിയിൽ സംസാരിച്ചു. ആ ശിവശങ്കറിന്റെ കസിൻ സംസാരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രഭാകരൻ അടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ആ കേസ് അങ്ങനെ ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ട് ഇയാൾ പോവാണ്. ഇയാൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ. മോളെ ഇൻസൾട്ട് ചെയ്യാനോ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മോക്ക് വന്ന ആ ഒരു ദുരന്തം ആ ചെറുപ്പക്കാരന് പറ്റിപ്പോയി. ആ ഒരു ദുരന്തം അവൻ ചെയ്തത് ഒരു അപരാധവും തെറ്റും തന്നെയാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് തന്നെയാണ് ഹരി എന്ന് പറഞ്ഞ പയ്യൻ ചെയ്തത് എന്നൊക്കെ ഇയാൾ പറഞ്ഞു. അതൊക്കെ കേട്ടിട്ടും പ്രഭാകരൻ ഇതിനൊന്നും വഴങ്ങിയില്ല കേട്ടോ. എന്നിട്ട് പ്രഭാകരനും നേരെ വീട്ടിൽ പോവാണ്. അപ്പൊ ഈ കസിൻ ശിവശങ്കരനെ വിളിച്ചു പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ പ്രഭാകരന്റെ അടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ ഇനി ഇരുത്തി ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മനമാറ്റം വരും. കാരണം ആ രീതിയിൽ ഞാൻ പ്രഭാകരന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് ഇയാൾ പറയാണ്. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. പൈസ വേണമെങ്കിൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ശിവശങ്കരൻ ഇതിനു മുന്നേ ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ അതിലൊന്നും ഈ പ്രഭാകരൻ വീണിട്ടില്ല. പക്ഷെ ഇത് ആ ലെവലിലല്ല, എന്നാലും മനസ്സിൽ കൊള്ളുന്ന രീതിക്കുള്ള സംസാരമാണ് പ്രഭാകരനുമായിട്ട് ഇയാൾ സംസാരിച്ചത്. അപ്പൊ അതൊക്കെ അറിഞ്ഞ അയാൾ നേരെ വീട്ടിൽ പോണ്. ഇതേ സമയം നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിനെയും കൊണ്ട് കോളേജിലോട്ട് പോവാണ്. അപ്പൊ അതിന് രാവിലെ തന്നെ എല്ലാ പരിപാടികളും ജോലികളും കാര്യങ്ങളൊക്കെ അലീന ഒതുക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നീറ്റാക്കി ബബിതേനെയും കൃഷ്ണമോളെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഏൽപ്പിച്ചിട്ട് അലീനയും നമ്മുടെ രോഹിത്തും കൂടെ കോളേജിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പൊ അലീന റെഡി ആവുന്ന സമയത്ത് രോഹിത് റെഡിയായി താഴെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ രോഹിത്തിന്റെ അടുത്ത് പറയും, മോനെ എല്ലാവരുടെ അടുത്തും നീ പറഞ്ഞല്ലോ അല്ലേ, നീ മനസ്സിൽ എപ്പോഴും ധൈര്യത്തോടെ ഇരിക്കുക, തല ഉയർത്തി നിൽക്കുക. ഞാൻ എപ്പോഴും നിന്നോട് പറയുന്ന കാര്യമാണ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നീ തല കുനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നീ ധൈര്യത്തോടെ തന്നെ നിൽക്കാനായിട്ട് നമ്മുടെ രോഹിത്തിന്റെ അടുത്ത് അലീന പറഞ്ഞു കൊടുക്കണേ. അതെ, നീ അമ്മയോട് പോണു എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് ചോദിച്ചു. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് രോഹിത് ചോദിച്ചു. വേണം, നിന്റെ അമ്മയല്ലേടാ, ഒന്ന് പോയി പറഞ്ഞിട്ടോ, ഞാൻ ഇന്നോട്ട് കോളേജിൽ പോവാണ്, പ്രിൻസിപ്പലിനെ പോയി കണ്ട് സംസാരിക്കാൻ പോവാണെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വാ. അപ്പൊ രോഹിത്തിന് ആദ്യം അത്ര ഇതില്ല, പിന്നെ വിചാരിച്ചു അലീന ചേച്ചി പറഞ്ഞതല്ലേ, അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും എന്ന് കരുതി ഒരു അനുഗ്രഹം പോലെ അമ്മയുടെ അടുത്തും പറഞ്ഞിട്ട് വാ എന്ന് പറയണം. അങ്ങനെ രോഹിത് നേരെ വൈജയന്തിയുടെ റൂമിലോട്ട് പോവാണ്. അപ്പം റൂമിൽ ചെന്നിട്ട് വൈജയന്തി നോക്കിയപ്പോ രോഹിത്താണ്. എന്താ ഈ വഴിയൊക്കെ, നീ ഇങ്ങോട്ടൊക്കെ വരുവോ എന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ ഇന്ന് തൊട്ട് കോളേജിൽ പോവാണ്. അപ്പൊ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കാനായിട്ട് അലീന ചേച്ചി ഞാനും കൂടെ പോണേന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ദേവതയും കൊണ്ടാണല്ലോ പോണേ, ഇനിയിപ്പോ ഒന്നും വേണ്ട. അച്ഛൻ പോയി സംസാരിച്ചിട്ട് ആ പ്രിൻസിപ്പള് സമ്മതിച്ചിട്ടില്ല. അപ്പൊ അലീന ചേച്ചി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ രീതിയിൽ സംസാരിക്കാം എന്നുള്ള രീതിയിൽ പോവാണെന്ന് പറഞ്ഞു. പിന്നെ അലീന ആരാ പോയി സംസാരിച്ച ഉടനെ
ഒരു കോളേജിലുള്ളവരെല്ലാരും അങ്ങോട്ട് അത് മനസ്സിലാക്കി അങ്ങോട്ട് ആക്കാൻ അവൾ ആരാ, ഇവളെന്നെ വല്ല ദേവതയോ എന്നൊക്കെ ഉള്ള രീതിയിൽ അലീനെ ഇൻസൾട്ട് ചെയ്യണേ. അപ്പൊ രോഹിത് പറഞ്ഞു, അമ്മ എന്തിനാ എപ്പോഴും അലീന ചേച്ചിയോട് ഇങ്ങനെ ദേഷ്യവും വെറുപ്പും കാണിക്കണേ? എന്ത് തെറ്റാ അലീന ചേച്ചി ചെയ്തത്? അമ്മയ്ക്കറിയില്ലേ, ഇന്ന് ഞാൻ ഇവിടെ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശരണ്യ കാരണമല്ല, അലീന ചേച്ചി ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ്. അത് അമ്മ ഓർക്കണം. അമ്മ എപ്പോഴും കുറ്റപ്പെടുത്താനല്ലാണ്ട് അലീന ചേച്ചീനെ എന്തെങ്കിലും കാര്യം പറയോ? അമ്മ എപ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രമേ അമ്മയ്ക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ. അപ്പൊ പറയാ, എടാ ഞാൻ നിന്റെ അമ്മ അല്ലാണ്ട് നീ എന്റെ അച്ഛനല്ല എന്നുള്ള രീതിയിൽ രോഹിത്തിനെ വഴക്ക് പറയണ. അപ്പൊ രോഹിത് പറഞ്ഞു, അമ്മ ഇപ്പൊ വേറെ അധികം ഒന്നും സംസാരിക്കണം, അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ വന്നാൽ ഇതാണ് കുഴപ്പം. അമ്മ ആവശ്യമില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് അധികം സംസാരിക്കാൻ വരാത്തത്. ഞാൻ ഇപ്പൊ കോളേജിൽ പോവാ, അമ്മ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ പിന്നെ വൈജയന്തി പിന്നെ ഒന്നും മിണ്ടിയില്ലട്ടോ. വൈജയന്തി ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ അലീന പോയി സംസാരിച്ചെന്ന് എനിക്ക് എല്ലാം റെഡിയാക്കി തരുമെങ്കിൽ അതൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിൽ വൈജയന്തി ഒരു പുച്ഛത്തോടു കൂടി രോഹിത്തിന്റെ അടുത്ത് പറയണം, എന്തായാലും പോയിട്ട് വാ എന്ന രീതിയിൽ പറഞ്ഞിട്ടോ. അങ്ങനെ രോഹിത് വൈജയന്തിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നീ തോളത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്ന് തൊട്ട് നീ കോളേജിൽ പോകണം, നിനക്ക് അവിടെ പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ പോയി സംസാരിച്ചപ്പോ അയാള് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നിന്റെ പ്രിൻസിപ്പൾ സംസാരിച്ചത്. ഇനി അഥവാ അലീന വന്ന് സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും മാറ്റം വരികയാണ്, നീ ഒരു പുതിയ രീതിയിൽ പുതിയ ജീവിതത്തിലോട്ട് നീ കാല് വെക്കുകയാണ്. അപ്പൊ നീ എല്ലാ കാര്യങ്ങളിലും ഒരു കാൽക്കുലേഷൻ നിനക്ക് വേണം. മറ്റുള്ളവർ പറയണ കേട്ട് അതനുസരിച്ച് പോകാണ്ട് നിന്റേതായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് നീ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ ഉപദേശം ബാലേന്ദ്രൻ കൊടുക്കുകയാണ്. ജീവിതത്തിൽ പറ്റിയ തെറ്റ് നിനക്ക് ഇനി നിന്റെ ജീവിതത്തിൽ വരരുത്, അതനുസരിച്ച് നീ പോണം എന്നൊക്കെ പറയണ. പഠിക്കാൻ പോയാൽ ആ രീതിയിൽ മോൻ പഠിക്കുക, ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോകാണ്ട്. അപ്പം പറഞ്ഞു, അത് മാത്രമല്ല ഇന്ന് നിനക്ക് വേണ്ടിയിട്ട് പോരാടാനായിട്ട് വരുന്നത് അലീനയാണ്, മനസ്സിലായോ? നിന്റെ ജീവിതം അത്രയും സേഫ് ആക്കി തരാൻ വേണ്ടിയിട്ട് അവൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കണം. അപ്പം രോഹിത് പറയുന്നുണ്ട്, എനിക്കറിയാം അച്ഛാ, ഞാൻ അലീന ചേച്ചിയെ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ എന്തോരം ഉപദ്രവിച്ചും ദ്രോഹിച്ചിട്ടുള്ള ആളാ അലീന ചേച്ചി. എനിക്ക് ഇന്നൊരു ചേച്ചിയുടെ സ്ഥാനം തന്നെയാണ്. എനിക്കറിയാം അലീന ചേച്ചി ആരാണെന്നും എന്താണെന്നും. ഇനി ഒരിക്കലും ഞാൻ അലീന ചേച്ചീനെ ഒരു ചേച്ചി എന്നല്ലാണ്ട് ആ ഒരു സ്ഥാനം കൊടുത്തേ ഞാൻ അലീന ചേച്ചി കാണുള്ളൂ. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഞാൻ മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞു വെച്ചാ എന്നൊക്കെ പറയണം. അപ്പം ബാലചന്ദ്രന്റെ മനസ്സുകൊണ്ട് ഒരു ഇതാവാണ്. കാരണം എന്ന് വെച്ചാൽ രോഹിതിന്റെ ആ വാക്കുകളിൽ തന്നെ ഉണ്ട് അലീനയോടുള്ള അവന്റെ സ്നേഹം എത്രത്തോളം ആണെന്ന്. ബാലേന്ദ്രൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, നിനക്ക് വേണ്ടി ഇന്ന് പോരാടാനായിട്ട് ഇറങ്ങുന്നത് അലീനയാണ്. ആ അവളുടെ സ്നേഹവും അല്ലെങ്കിൽ അവളുടെ നിനക്ക് വേണ്ടി കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും നീ മനസ്സിലാക്കണം മോനെ എന്ന് പറയാണ്. അപ്പൊ അതൊക്കെ കേട്ട ശേഷം അപ്പോഴേക്കും അലീന റെഡി ആയിട്ട് വന്നിട്ട്, ഇതുവരെ സംസാരമൊന്നും തീർന്നില്ല അച്ഛന്റെയും മോന്റെയും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. കഴിഞ്ഞു ബാ നമുക്ക് പോവാന്ന് രോഹിത്തും പറഞ്ഞു. അപ്പൊ അവന്റെ മുഖത്തും ഇതിലൊക്കെ നല്ല കോൺഫിഡന്റ് ഉണ്ട്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ ഞാൻ പോയി പരാജയപ്പെട്ട കേസാണ്, നിനക്ക് നിന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ നിനക്ക് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡന്റ് നിനക്കുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഇന്ന് വരെ സാധിച്ചിട്ടുണ്ട്, ഇതും അതുപോലെ തന്നെ ആകട്ടെ മോളെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അനുഗ്രഹിച്ചു വിടും പോലെയുള്ള ഒരു രീതിയിൽ ആ ഒരു സ്നേഹത്തോടെ യാത്രയാക്കിയാണ്. ഇതൊക്കെ കണ്ടോണ്ട് വൈജയന്തി നിൽക്കണം. അപ്പൊ വൈജയന്തി മനസ്സിൽ പറയാണ്, പിന്നെ എവളാരാ ഇങ്ങനെ അനുഗ്രഹിച്ചു വിടുക, എവള് ഇങ്ങനെ ചെന്ന് പറയുമ്പോ തന്നെ അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ എവളെ കാലി വീഴാൻ പോവല്ലേ എന്നുള്ള രീതിയിൽ പുറുപുറൂന്ന് ഇങ്ങനെ പുറുപുറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം അലീനയും രോഹിത്തും കോളേജിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന കുട്ടികള് അവിടത്തെ വലിയ ഹീറോ ആയിരുന്ന ആളാണ്. ഈ പീഡന കേസോടുകൂടി തന്നെ രോഹിത്തിന്റെ ഇമേജും എല്ലാം പോയി. അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് രോഹിത്തിനെ നോക്കുകയാണ്. ദേ പോണു മറ്റേ ആ കേസിൽ അവൻ എന്തായിരുന്നു അവന്റെ ഇവിടെ കോളേജില് എന്നുള്ളൊക്കെ രീതിയിൽ കുട്ടികളൊക്കെ ഇങ്ങനെ പുറുപുറൂന്ന് പറയുന്നുണ്ട്. അലീന രോഹിത്തിന്റെ കൈ പിടിച്ചോണ്ട് തന്നെ നേരെ പ്രിൻസിപ്പൽ അച്ഛന്റെ റൂമിലോട്ട് കയറി. പക്ഷെ രോഹിത്തിന് വല്ലാത്തൊരു വീർപ്പുമുട്ടും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അലീന ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ രോഹിത്തിനെ കൂടെ അകത്ത് കയറിയിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞു, രോഹിത്തിന്റെ ചേച്ചിയാണ്, ഞങ്ങൾ സാറിനെ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോ സാറ് പറഞ്ഞു, ഞാൻ ഇതിനു മുന്നേ ഇതിനെ കുറിച്ച് സംസാരിച്ചതാണ്, അപ്പൊ ഞങ്ങൾക്ക് ബോർഡ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഇതിനൊരു തീരുമാനം പറയാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് പ്രിൻസിപ്പൾ പറയണേ. അപ്പോഴേക്കും അലീന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാണ്. രോഹിത്ത് കുറച്ച് ആ ഒരു രീതിയിൽ
രീതിയിൽ ഒരു ആർഭാട രീതിയിലും ഒരു തന്നിഷ്ട പ്രകാരമൊക്കെ ഉള്ള ജീവിതം നയിച്ച ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ അവൻ ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവന് സമൂഹം ചാർത്തി കൊടുത്ത ഈ ഒരു തെറ്റ് എന്റെ അനുജൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ സാറേ കോടതി അവനെ വെറുതെ വിട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളാണോ അവന് ഇനി മാപ്പ് കൊടുക്കാത്തത്? കാരണം തെറ്റ് ചെയ്താൽ നമ്മൾ അച്ഛനമ്മമാരും അധ്യാപകരും അവർക്ക് ക്ഷമിച്ച് അവരെ പിന്നെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റുക എന്നുള്ളത് നമ്മുടെയും കൂടെ കടമയല്ലേ സാറേ? അപ്പൊ സാർ അത് അവനെ നിരസിച്ച് കളഞ്ഞാൽ, അവന്റെ ഭാവി തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ അങ്ങനെ അങ്ങനെ അലീന ഓരോ കാര്യങ്ങളും പറയാണ്. അവസാനം പ്രിൻസിപ്പൽ അച്ഛനും ഒന്നും അങ്ങോട്ട് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അലീനയ്ക്ക് മറ്റൊരു വ്യക്തികളെ സംസാരിച്ച് കയ്യിലെടുക്കാനുള്ള ഒരു കഴിവും ഒരു വാക്ചാതുര്യവും ഒക്കെ നമ്മുടെ അലീനയ്ക്ക് ഉണ്ടല്ലോ പണ്ടേ. ആ ഒരു ഇതില് ഈ പ്രിൻസിപ്പൽ അച്ഛൻ അങ്ങ് ഇതായി പോണ്, ഈ കുട്ടി പറയുന്നതിലും കാര്യമുണ്ടല്ലോ. അങ്ങനെ അലീന സംസാരിച്ച് ഒടുവിൽ പ്രിൻസിപ്പൽ അച്ഛൻ സമ്മതിക്കുകയാണ് നമ്മുടെ രോഹിത്തിന് തുടർന്നും ആ കോളേജിൽ തന്നെ പഠിക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. രോഹിത്തിന് വലിയ സന്തോഷമാണ്. അതിനേക്കാളേറെ അലീന ഒരുപാട് നന്ദി സാറിനോട് പറയുന്നുണ്ട്. കാരണം എന്റെ അനുജന്റെ ഭാവി തിരിച്ചു തന്നതില്, പഠിക്കാനുള്ള ഒരു അവസരം സാർ തന്നതില് ഞങ്ങൾ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് രോഹിത്തിന്റെ അടുത്ത് ക്ലാസ് കയറിക്കൊള്ളാൻ പറഞ്ഞു. കാരണം രോഹിത് ബാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ക്ലാസ് കയറുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി അലീന ആത്മധൈര്യം കൊടുക്കുകയാണ് നമ്മുടെ രോഹിത്തിന്. നീ ഒരാളുടെ മുന്നിൽ നീ തല കുനിക്കരുത്, ആ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി തന്നെ നീ മുന്നോട്ട് പോവാന്നൊക്കെ പറയണ. അങ്ങനെ രോഹിത് ആത്മധൈര്യത്തോടെ പോവാണ്. പക്ഷെ ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, നീ അതൊന്നും കാര്യാക്കണ്ട എന്നുള്ള രീതി അലീന പറഞ്ഞു. അങ്ങനെ രോഹിത് ക്ലാസ്സിൽ കയറി. അങ്ങനെ അലീനയ്ക്ക് വലിയ സന്തോഷം. അലീന തിരിച്ച് വീട്ടിലോട്ടൊക്കെ വരെയാണ്. അങ്ങനെ ബാലചന്ദ്രൻ കാത്തു നിൽക്കുകയാണ്. അലീന പറയുന്നുണ്ട്, അച്ഛാ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ രോഹിത് ക്ലാസ്സിൽ തുടർന്ന് കയറുന്ന. ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമായി. എന്റെ പൊന്നുമോളെ, നീ തന്നെയാണ് ഈ കുടുംബം നയിക്കുന്നത്, നിനക്കേ അതിനുള്ള അർഹതയുള്ളൂ എന്നുള്ള ആ ഒരു ഇതൊക്കെ പറഞ്ഞപ്പോ അലീനയ്ക്ക് അതിനേക്കാൾ ഏറെ സന്തോഷമാവുകയാണ്. നീയാണോ ഈ കുടുംബം വിട്ട് പോവാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വൈജയന്തി അറിയുന്നുണ്ട് പിന്നെ രോഹിത്തിന് തിരിച്ച് കോളേജിൽ അലീന സംസാരിച്ചതുകൊണ്ട് കയറാൻ പറ്റി. കൃഷ്ണമോക്കും ബബിതയ്ക്കൊക്കെ സന്തോഷമാവുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭാകരൻ വീട്ടിൽ വന്നിട്ട് ശരണ്യയുടെ അമ്മയായിട്ട് ഇങ്ങനെ ആ ഒരു ശിവശങ്കരന്റെ കസിൻ വന്ന് സംസാരിച്ച കാര്യങ്ങളും അയാളെ വാഗ്ദാനങ്ങൾ തന്നതിനെ കുറിച്ചൊക്കെ പറയണം. അപ്പൊ നമ്മുടെ ശരണ്യയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് തീരുമാനിച്ചു ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പ്രഭാകരന് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂല. എന്തോ ഒരു മനമാറ്റം പ്രഭാകരന് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമുക്ക് തോന്നുന്നുണ്ട്. ഇനി വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് അത് കണ്ടു തന്നെ അറിയാം. അപ്പൊ എന്തായാലും നാളത്തെ നമ്മുടെ മടത്തൂർ മുമ്പേ സീരിയലിന്റെ പ്രൊമോ വീഡിയോ ഏകദേശം ഇതൊക്കെയാണ്. ഒന്ന് രണ്ട് സീനൊക്കെ ചിലപ്പം പിറ്റേ ദിവസത്തേക്കൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ എങ്കിലും എല്ലാവരും നമ്മുടെ വീഡിയോസ് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ശുഭരാത്രി പറയുന്നു. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്ത് ഓൾ ബട്ടൺ കൂടെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്, സീ യു.